ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ലൈവിൽ ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു സംഭവം കാണിച്ചു. ശരിക്കും നാണക്കേടാണ് കേട്ടോ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണ്. എനിക്ക് ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ ഒരു എന്താ പറയാ, നമ്മളൊരു മാനേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോഴോ ആ രീതിയിൽ നമ്മൾ നിൽക്കുക എന്നുള്ള ഒരു കാര്യം. ഗസ്റ്റുകളുടെ മുമ്പിലെങ്കിലും ഗസ്റ്റുകളെ കാണിക്കാനെങ്കിലും നമ്മളൊരു മര്യാദ പാലിച്ച് ഒരു ബേസിക് അവർക്കൊരു ബഹുമാനം കൊടുത്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലും ചെയ്യാതെ എങ്ങ് വഴക്കിടുകയാണ്, അങ്ങോട്ട് കയർത്ത് സംസാരിക്കുകയാണ്. ഒരാവശ്യമില്ല. മെയിനായിട്ടും ഷാനവാസ് വളരെ ഓവറാണ്. ഈയിടെയായിട്ട് ഭയങ്കര ഓവറാണ്. ഷാനവാസിന്റെ ചില പ്രവർത്തികളും കാര്യങ്ങളും ഒട്ടും തന്നെ പിടിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് പറയാം. ബിന്നി അവിടെ ഹൽവ കട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് വന്നവർ കൊണ്ടുവന്ന ഹൽവയാണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഹൽവ കട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അനുമോള് വന്നൊരു പീസ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അനുമോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഷാനവാസ് വന്നിട്ട് അതവിടെ വെക്കുക, ഇത് മോശമായി പോയി, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് അനുമോളോട് കയർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, ഈ പ്രായത്തിൽ നിങ്ങളത്ര കൊതിയൊന്നും എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ കറക്റ്റ് കാര്യമല്ലേ. കഴിഞ്ഞ ദിവസം അനുമോള് വിളമ്പിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് മട്ടൻ പീസ് എടുത്തോണ്ട് പോയത് ഈ പറയുന്ന ഷാനവാസ് തന്നെ. അപ്പോ അനുമോൾക്ക് ഹൽവ എടുക്കാനുള്ള അധികാരം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഷാനവാസിന് പോയി മട്ടൻ പീസ് എടുക്കാമെങ്കിൽ അനുമോൾക്ക് ഹൽവ എടുക്കാം. അപ്പൊ അതിനെന്തിനാണ് ഈ ഗസ്റ്റുകളുടെ മുമ്പിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാതിരുന്നത്. ശരിക്കും കേട്ടോ, ഗസ്റ്റുകളുടെ മുമ്പിൽ ഇങ്ങനെ ഈ രീതിയിൽ മാനേഴ്സ് ഇല്ലാത്ത പോലെ കാണിക്കുക എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്, ഷെയിംഫുൾ ആണ്. അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇതിന് വലിയ ഫൈറ്റ് ആവുമെന്ന് കണ്ടറിയാം. ഇവര് പോയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ശരിക്കുള്ള അലമ്പ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.